Hello friends, welcome back to React Redux malayalam. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് Redux toolkitഉം React Redux-ഉം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു സ്റ്റോർ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റൂട്ട് കോമ്പണൻറ്റിൽ ഒരു പ്രൊവൈഡർ കോമ്പണൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ സ്റ്റോറിനെ നമ്മുടെ കോമ്പണൻറ്റ് ട്രീയെ മുഴുവനെ റാപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മളൊരു സ്റ്റോർ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ കളർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഈ റീഡക്സ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഞാൻ കളർ എന്ന് പേര് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനുള്ളിൽ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ color_slice.js എന്നൊരു പേര് കൊടുക്കുന്നു. ഈ കളർ സ്റ്റേറ്റിൻ്റെ സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റീഡക്സ് ടൂൾ കിറ്റിൽ ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ അതാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ട് ഫ്രം redux-js toolkit ആൻഡ് ഇതിൻ്റെ പേര് ക്രിയേറ്റ് സ്ലൈസ്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ലൈസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്, കളർ സ്ലൈസ്. സോ നമ്മളതിനെ എക്സ്പോർട്ട് കോൺസ്റ്റ് അതിനൊരു പേര് കൊടുക്കണം. ഞാനിതിനെ കളർ സ്ലൈസ് എന്ന് തന്നെ വിളിക്കുകയാണ്. കളർ സ്ലൈസ് ക്രിയേറ്റ്. ഓക്കെ, ക്രിയേറ്റ് സ്ലൈസ്. ഈ ഫംഗ്ഷനിലേക്ക് ഒരു ഓബ്ജക്റ്റ് പാരാമീറ്ററാണ് അത് റിസീവ് ചെയ്യുന്നത്. ആ ഓബ്ജക്റ്റിലേക്ക് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു നെയിമാണ്. ആ നെയിം നമുക്കതിന് കളർ എന്നുകൊണ്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫയർ ആണ്, നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫയർ ആണ് ഈ കളർ എന്നുള്ളത്. രണ്ടാമത്തേത് ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഈ കളർ സ്റ്റേറ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണോ അതാണ് ഇവിടെ കൊടുക്കുന്നത്. സോ നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മുടെ കളർ വാല്യൂ ഗ്രീൻ എന്ന് കൊടുക്കാം, അല്ല വേണ്ട ബ്ലൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കളർ സ്റ്റേറ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്. അടുത്തത് റെഡ്യൂസേഴ്സ് ആണ്. അഗെയിൻ അതൊരു ഓബ്ജക്റ്റാണ്. സോ നമുക്കിപ്പോൾ കളർ സ്ലൈസ് അല്ലെങ്കിൽ കളർ സ്റ്റേറ്റിനുള്ള റെഡ്യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഞാനതിനെ ചേഞ്ച് കളർ എന്നുള്ള ഒരു പേരാണ് കൊടുക്കുന്നത്. ചേഞ്ച് കളർ. ഇത് സ്റ്റേറ്റ് ആൻഡ് ആക്ഷൻ എന്നുള്ള രണ്ട് പാരാമീറ്റേഴ്സാണ് ഈ റെഡ്യൂസേഴ്സ് എടുക്കുന്നത്. എന്നിട്ടത് റിട്ടേൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ഡോട്ട് വാല്യൂ, അതായത് നമ്മുടെ കളർ സ്റ്റേറ്റിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേറ്റ് ഡോട്ട് വാല്യൂ ഈക്വൽസ് നമ്മുടെ ആക്ഷൻ്റെ കൂടെ ഒരു പേലോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ തിയറി എടുക്കുമ്പോൾ. ആ പേലോഡിൽ കളർ എന്ന് പറയുന്ന വാല്യൂ എന്താണോ അതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു മ്യൂട്ടേറ്റിംഗ് ലോജിക്കാണ്, അല്ലെങ്കിൽ ഒരു മ്യൂട്ടേറ്റിംഗ് സിൻടാക്സ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റിലെ വാല്യൂ എന്ന് പറയുന്ന ഈ ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയെ ഡയറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ്. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് ഇതിൽ ഉപയോഗിക്കുന്ന ആ ഇമ്മർ എന്ന് പറയുന്ന ലൈബ്രറി ഇതിനെ ഒരു പ്രോപ്പർ പ്യുവർ റെഡ്യൂസറായിട്ട് മാറ്റും. സോ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ എക്സ്പോർട്ട് കോൺസ്റ്റ്. ഓക്കെ, ക്രിയേറ്റ് അല്ല ചേഞ്ച് കളർ എന്നായിരുന്നു. ചേഞ്ച് കളർ color slice dot actions. അടുത്തത് ഈ കളർ സ്ലൈസിൻ്റെ റെഡ്യൂസറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് default color slice
dot reducer. Okay, everything is set. നമ്മുടെ സ്റ്റോറിലേക്ക് പോവുകയാണ്. സ്റ്റോറിൽ നമുക്ക് ഈ റെഡ്യൂസറിനെ നമ്മുടെ റൂട്ട് റെഡ്യൂസറിലേക്ക് ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ ഇമ്പോർട്ട് കളർ റെഡ്യൂസർ ഫ്രം കളർ സ്ലൈസിലാണ് നമ്മളുടെ കളർ റെഡ്യൂസർ ഉള്ളത്. സോ അതിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ കളർ എന്നൊരു റെഡ്യൂസർ പ്രോപ്പർട്ടി ആഡ് ചെയ്യാണ്. അതിലേക്ക് ഈ കളർ റെഡ്യൂസറിന് വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. ഈ വീഡിയോയിൽ കളർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമ്മുടെ സ്റ്റോറിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റേറ്റിനെ നമ്മളുടെ കോമ്പോണൻറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ എസൈഡ് കോമ്പോണൻറ്റിലാണ് നമ്മുടെ കളർ സ്റ്റേറ്റ് ആവശ്യമുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ റീഡക്സിലുള്ള സ്റ്റേറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് 2 ഹുക്സ് അവൈലബിൾ ആണ്. സ്റ്റേറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് സെലക്ടർ എന്ന് പറയുന്ന ഒരു ഹുക്കാണ്. സോ ഞാൻ ആ ഹുക്കിനെ ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് use selector from React Redux. Okay, ഇനി ഞാൻ ഈ നമ്മുടെ ഗ്ലോബൽ സ്റ്റേറ്റിൽ നിന്നും യൂസ് സെലക്ടർ ഹുക്ക് ഉപയോഗിച്ച് നമ്മുടെ കളർ സ്റ്റേറ്റിനെ മാത്രം ഞാൻ ഇവിടേക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുകയാണ്. സോ ഞാൻ കോൺസ്റ്റ് കളർ എന്നൊരു വാല്യൂ കൊടുത്തതിന് ശേഷം യൂസ് സെലക്ടർ ഹുക്കിലേക്ക് സ്റ്റേറ്റ് പാസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഡോട്ട് കളർ ഡോട്ട് വാല്യൂ. സോ നൗ യു വിൽ ഗെറ്റ് ദ കളർ ഹിയർ. അതിൽ ഐ ആം ഗോയിങ് ടു ഗിവ് ദ H2 ഇൻലൈൻ സ്റ്റൈൽ. ഇത് വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ എസൈഡിൻ്റെ ടൈറ്റിൽ ഇപ്പോൾ നമ്മുടെ ഡിഫോൾട്ട് കളർ എന്തായിരുന്നോ അതായിട്ട് കാണിക്കണം. യെസ്, നമ്മുടെ ഡിഫോൾട്ട് കളർ ബ്ലൂ ആയിരുന്നു. സോ നമ്മുടെ ഗ്ലോബൽ സ്റ്റേറ്റിൽ നിന്നും ആ കളർ പ്രോപ്പർട്ടിയുടെ കളർ സ്റ്റേറ്റിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ഇപ്പോൾ ഇത് ആക്സസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടൺ ചേഞ്ച് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കളർ സ്റ്റേറ്റ് മാറ്റണം. സോ നമുക്ക് ആദ്യം അതിന് യൂസ് ഡിസ്പാച്ച് എന്നൊരു ഫങ്ഷൻ ഒരു ഹുക്കുണ്ട്. നമ്മളതാണ് ആദ്യം എടുക്കുന്നത്, യൂസ് ഡിസ്പാച്ച്. ഇനി നമുക്കൊരു റാൻഡം കളർ ജനറേറ്റ് ചെയ്യാൻ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, അത് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. റാൻഡം കളർ. Yes, random color from random color. Okay, ഇനി ഡിസ്പാച്ച് ഫങ്ഷൻ നമ്മൾ യൂസ് ഡിസ്പാച്ച് ഹുക്ക് റൺ ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. ഡിസ്പാച്ച്. ഓക്കെ, ഇനി നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓൺ ക്ലിക്ക് ഇവൻറ്റിലാണ് നമ്മളിത് റൺ ചെയ്യുന്നത്. സോ ഓൺ ക്ലിക്ക് I am going to create a function, അത് change color എന്നൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ആ ഫങ്ഷൻ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ചേഞ്ച് കോൺസ്റ്റ് ചേഞ്ച് കളർ. ഓക്കെ, ഇതിൽ ഡിസ്പാച്ച്. ഓക്കെ, ഡിസ്പാച്ച് വാട്ട് ആം ഐ ഡിസ്പാച്ച് ചെയ്യുന്നത്? ഞാൻ ഇവിടുന്ന് എന്താണ് ഡിസ്പാച്ച് ചെയ്യേണ്ടത്? ഞാനൊരു
ആക്ഷനാണ് ഡിസ്പാച്ച് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആ ആക്ഷനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തില്ല. സോ ഞാൻ ആ ആക്ഷൻ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, redux/color/color slice. കളർ സ്ലൈസിലാണ് നമ്മുടെ ആക്ഷൻ ഉള്ളത്. ചേഞ്ച് കളർ എന്നുള്ള ആക്ഷൻ അവിടെയാണുള്ളത്. ഇങ്ങനെയല്ലല്ലോ, ചേഞ്ച് കളർ. യെസ്, ദ ഫസ്റ്റ് വൺ. യെസ്, ഇതാണ്. ഇനി ചേഞ്ച് കളർ എന്നുള്ള ആക്ഷൻ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇറ്റ് ഈസ് എൻ ആക്ഷൻ ജനറേറ്റർ ആക്ച്വലി. സോ അതിലേക്ക് ഞാൻ കളർ എന്ന് പറയുന്ന ഒരു പേലോഡാണ് ആഡ് ചെയ്യുന്നത്. ഈ കളർ പേലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം കളർ ഫങ്ഷൻ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, ഇപ്പോൾ ദിസ് ഷുഡ് വർക്ക്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വി ഗോ ടു ദ ഫ്രണ്ട് എൻഡ്. ലെറ്റ് മീ ക്ലിക്ക്. യെസ്, നമ്മൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ കളർ ചേഞ്ച് ആകുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ആക്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ആ പേലോഡിനെ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോറിൽ റിസീവ് ചെയ്ത് ആ റെഡ്യൂസർ ഫംഗ്ഷൻ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കളറിനെ നമ്മുടെ ഈ ടൈറ്റിലും ഫുട്ടറിലും കൊണ്ടുവരണം. ഇനി അത് എളുപ്പമാണ്. നമ്മുടെ യൂസ് സെലക്ടർ ഹുക്ക് ഉപയോഗിച്ച് നമുക്ക് ആ സ്റ്റേറ്റിനെ ഇവിടെ കൊണ്ടുവരാം. സോ ലെറ്റ് മീ ഇമ്പോർട്ട് use selector from React Redux, const color, use selector, state dot color dot value. Okay, ഇതാണ് h1 ടൈലിൽ ഞാനൊരു ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കുകയാണ്. h1 സ്റ്റൈൽ കളർ. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ ഫ്രണ്ട് എൻഡ്. യെസ്, അത് വർക്കാവുന്നുണ്ട്. സെയിം പ്രോസസ്സ് നമ്മുടെ ഫുട്ടറിലും ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ യൂസ് സെലക്ടർ ഹുക്ക്. ഓക്കെ, import use selector. Okay, not that. Use selector from React Redux, const color is equal to use selector. Okay, again not that. Use selector state dot color dot value. ഓക്കെ, ഇനി പി ടാഗിന് അഗെയിൻ ഞാനൊരു ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കുകയാണ്, കളർ. യെസ്, സോ നമ്മൾ നമ്മുടെ കളർ സ്റ്റേറ്റിനെ സക്സസ്ഫുള്ളി റീഡക്സിലേക്ക് മാറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓൺ ക്ലിക്ക് ഫംഗ്ഷനിൽ നമ്മുടെ റീഡക്സിൽ സ്റ്റേറ്റ് റെഡ്യൂസർ ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ കളർ സ്റ്റേറ്റിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് കൗണ്ടർ സ്റ്റേറ്റ് എങ്ങനെയാണ് റീഡക്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.